ഹൃദയസ്തംഭനം സംഭവിച്ച ഒരാൾക്ക് കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷയാണ് കാർഡിയോപൾമണറി റീസസിറ്റേഷൻ അഥവാ CPR. CPR ആരംഭിക്കുന്നതിന് മുൻപായി CPR നൽകുന്ന വ്യക്തി ആ പരിസരം അദ്ദേഹത്തിനും കുഴഞ്ഞു വീണയാൾക്കും വൈദ്യുതി, വെള്ളം, തീ, വിഷവാതകങ്ങൾ, മറ്റു അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. കുഴഞ്ഞു വീണയാൾ ഹൃദയസ്തംഭനം കൊണ്ടാണോ വീണതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി വീണ് കിടക്കുന്നയാളുടെ തോളിൽ തട്ടി ഉച്ചത്തിൽ ചേട്ടാ, ചേച്ചി, അമ്മേ എന്ന് വിളിച്ച് ഉണർത്താൻ ശ്രമിക്കാം. ഒരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ സഹായത്തിന് മറ്റൊരാളെ വിളിച്ചു വരുത്തണം. പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ ശേഷം എത്രയും പെട്ടെന്ന് വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കാനും ഒരു വ്യക്തിക്ക് ഏറെ നേരം ഒറ്റയ്ക്ക് CPR നൽകാൻ ആവില്ല എന്ന കാരണത്താലും CPR നൽകാൻ ഒരു സഹായി ആവശ്യമാണ്. ഇതിനായി ആ പരിസരത്തുള്ള ഒരു വ്യക്തിയെ ഉച്ചത്തിൽ വിളിച്ച് വരുത്തുകയോ മൊബൈൽ ഫോൺ സ്പീക്കർ മോഡിലിട്ട് സമയം പാഴാക്കാതെ ആംബുലൻസ് നമ്പറായ 108 വിളിക്കുകയോ ആവാം. അതിനുശേഷം പൾസ് നോക്കാൻ പരിശീലനം കിട്ടിയ വ്യക്തിയാണ് രക്ഷാപ്രവർത്തകനെങ്കിൽ കുഴഞ്ഞു വീണ വ്യക്തിയുടെ കഴുത്തിലെ കരോട്ടിഡ് ധമനിയിലെ പൾസ് സ്പർശിച്ച് പരിശോധിക്കുകയും ശ്വാസം എടുക്കുന്നുണ്ടോ എന്നറിയാൻ നെഞ്ച് പൊങ്ങിത്താഴുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ഇതിനായി 10 സെക്കൻഡിലധികം സമയം എടുക്കരുത്. എന്നാൽ പൾസ് നോക്കാൻ അറിയില്ല എന്നുള്ളത് CPR നൽകാതിരിക്കാൻ ഒരു കാരണമല്ല. കരോട്ടിഡ് പൾസും ശ്വാസോച്ഛ്വാസവും ഇല്ലെങ്കിൽ ഹൃദയസ്തംഭനമാണെന്ന് അനുമാനിക്കാം. അടുത്തതായി രക്ഷാപ്രവർത്തകൻ വീണ് കിടക്കുന്നയാളുടെ നെഞ്ചിനടുത്ത് ഒരു വശത്ത് മുട്ടുകുത്തിയിരിക്കുക. ഒരു കൈപ്പത്തിയുടെ ഉപ്പൂറ്റി നെഞ്ചെല്ലിൻ്റെ താഴത്തെ പകുതിയുടെ മുകളിൽ വെച്ച ശേഷം മറ്റേ കൈയുടെ വിരലുകൾ കൊണ്ട് കോർത്തു പിടിക്കുക. കൈമുട്ടുകൾ മടക്കാതെ ശരീരം അല്പം മുന്നോട്ട് ചാഞ്ഞ് തോളും കൈപ്പത്തിയും ഒരേ ലൈനിലാണെന്ന് ഉറപ്പുവരുത്തുക. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് 1 മിനിറ്റിൽ 100 മുതൽ 120 തവണ അഥവാ 1 സെക്കൻഡിൽ 2 തവണ വെച്ച് നെഞ്ച് അമർത്തുക. 2 രക്ഷാപ്രവർത്തകർ ഉള്ളപ്പോൾ ഒരാൾ നെഞ്ചമർത്തുകയും മറ്റേയാൾ കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്യാം. ആംബുലൻസിൽ ആരോഗ്യ പ്രവർത്തകർ എത്തുന്നതുവരെയോ വ്യക്തിക്ക് ബോധം തെളിയുന്നതുവരെയോ ഈ പ്രക്രിയ, അതായത് 30 പ്രാവശ്യം നെഞ്ചമർത്തിയ ശേഷം 2 കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് തുടരണം. ഓരോ തവണ അമർത്തുമ്പോൾ നെഞ്ച് 5 സെൻറ്റിമീറ്റർ അഥവാ 2 ഇഞ്ച് താഴേണ്ടതും കൈകൾ ഉയർത്തുമ്പോൾ നെഞ്ച് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിൽ എത്തേണ്ടതുമാണ്. ഓരോ 30 തവണ നെഞ്ച് അമർത്തിയ ശേഷം 2 കൃത്രിമ ശ്വാസം നൽകണം. ഇതിനായി രക്ഷാപ്രവർത്തകൻ വീണ് കിടക്കുന്നയാളുടെ നെറ്റിയിൽ ഒരു കൈയും മറ്റേ കൈ കീഴ്ത്താടിയിലും വെച്ച് തല പിന്നോട്ടാക്കുക. നെറ്റിയുടെ കൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് മൂക്കടച്ചു പിടിക്കുക. രക്ഷാപ്രവർത്തകൻ സ്വയം സാധാരണഗതിയിൽ ഒരു ശ്വാസം എടുത്ത ശേഷം സ്വന്തം ചുണ്ടുകൾ ആ വ്യക്തിയുടെ ചുണ്ടിനോട് ചേർത്ത് വയ്ക്കുക. 1 സെക്കൻഡിൽ 1 തവണ എന്ന തോതിൽ 2 പ്രാവശ്യം വായിലോട്ട് സാവധാനം ശ്വാസം നൽകുക. കുഴഞ്ഞു വീണയാൾ രക്ഷാപ്രവർത്തകൻ്റെ ഉറ്റ ബന്ധു അല്ലാത്ത സാഹചര്യത്തിൽ അയാളിൽ നിന്നും രക്ഷാപ്രവർത്തകന് അസുഖങ്ങൾ പകരാതിരിക്കാൻ 2 പേരുടെയും വായിൻ്റെ ഇടയിൽ വായിൻ്റെ ആകൃതിയിൽ ചെറിയ സുഷിരമിട്ട തുണിയോ മറ്റു മാർദ്ദവമുള്ള വസ്തുവോ ഉപയോഗിച്ച് കൃത്രിമ ശ്വാസം നൽകാവുന്നതാണ്.